എന്ന് ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്. എല്ലാ മാസവും ഇവിടെ നടന്നു വരുന്ന മഹ്ദറത്തുൽ ബദരിയ മഹ്ദറത്തുൽ ബദരിയ വാർഷികവും അതുപോലെ മാസത്തിൽ നടന്നു വരുന്ന സ്വലാത്തിൻ്റെ മജ്ലിസിൻ്റെ വാർഷികവും കൂടെ ഈ വളരെ പ്രധാനപ്പെട്ട മാസം ശഅബാൻ, ആ ശഅബാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വശഅബാനു ഷഹ്രി, ശഅബാൻ എൻ്റെ മാസമാണ് എന്ന് പറയാൻ കാരണം സ്വലാത്ത് ചൊല്ലണമെന്ന പ്രഖ്യാപനം വന്ന ആയത്തിറങ്ങിയ മാസമാണ് ശഅബാൻ. വശഅബാനു ഷഹ്രി, റജബുൻ ഷഹ്റുല്ലാഹ്, അത് കഴിഞ്ഞു പോയി. ഇനി വശഹ്റു റമളാൻ, റമളാൻ മാസം ഷഹ്റു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിങ്ങളുടെ മാസമാണ്. ആ മാസത്തിൻ്റെ മുന്നോടിയായി 2 മാസവും നാം ഓരോരുത്തരും സ്വന്തമായും അല്ലാതെ പള്ളികളിൽ വെച്ചുകൊണ്ടും അല്ലാത്ത സമയത്തുമൊക്കെ ദുആ അങ്ങനെ നടക്കും. ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അത് സ്വയം നമ്മൾ ദുആ ചെയ്തവരാണ്, അതോടുകൂടെ നമ്മൾ ആമീൻ പറഞ്ഞവരുമാണ്. അങ്ങനെ റമളാനിനെ ചോദിച്ചു വാങ്ങിയ ആളുകളാണ്. ആ റമളാനിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ ഈ 60 ദിവസവും റജബിലും ശഅബാനിലും 60 ദിവസമായി നമ്മൾ ദുആ ചെയ്താണ് ഈ റമളാനിലേക്ക് എത്തുന്നത്. ഈ നോമ്പ് പൂർണ്ണമായും ഫുൾ A+ കിട്ടാൻ, റമളാനും ഫുൾ A+ ഉള്ളതുകൊണ്ട് ഫുൾ ഇല്ലാത്തതൊക്കെ ഉണ്ട്. അത് ഫുൾ കിട്ടാൻ പരസ്പരം നാം ഒരുപാട് വിഷയങ്ങൾ ക്ലിയർ ചെയ്യാണ്. ഒന്ന്, നാം പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകളൊക്കെ നന്നാവുക. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, അയൽവാസിയോട്, കുടുംബത്തിനോട്, അങ്ങനെ ആരോടൊക്കെയാണോ നമ്മൾ പിണങ്ങി നിൽക്കുന്നത് അവരോടൊക്കെ നന്നായി നല്ല നിലയിൽ നാം നിൽക്കുമ്പോഴാണ് പരിപൂർണമായും അത് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിനോടോ ബന്ധപ്പെട്ടവരോടോ ഒക്കെ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ നന്നാവാൻ വേണ്ടി ശ്രമം നടത്തുക. അപ്പോഴാണ് ലഭിക്കുകയുള്ളൂ. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല ആളുകളോടുമൊക്കെ പൊരുത്തപ്പെടിക്കുന്ന ഒരു സമയമുണ്ട്. ഹജ്ജിനോ ഉംറക്കൊക്കെ പോകുമ്പോൾ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സമയത്തൊക്കെ, അപ്പോഴും നമ്മൾ പൊരുത്തപ്പെടിക്കാത്ത ഒരു ടീമുണ്ട് ജീവിതത്തിൽ. അതാരാ? നമ്മളെ ഭാര്യയാണ്, സ്വന്തം ഭാര്യ. ചിലവര് 50 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്, ചിലവര് 40 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. ഈ 50 കൊല്ലത്തിൻ്റെ 40 കൊല്ലത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും നമ്മളെ സ്വന്തം ഭാര്യനോട് നമ്മൾ പൊരുത്തപ്പെടിച്ചിട്ടുണ്ടോ? കൈ പൊക്കണ്ട, വാട്സപ്പിൽ പൊക്കടാരും പൊക്കിയാൽ മതി. ഹജ്ജിന് പോകുമ്പോഴും ഉംറക്ക് പോകുമ്പോഴും ഒക്കെ നമ്മൾ പൊരുത്തപ്പെടിക്കും. ആ പൊരുത്തപ്പെടിക്കലും ഭാര്യനോട് പൊരുത്തപ്പെടിക്കൂല. ഒരു കുഴിമന്തിയൊക്കെ വെച്ച് നല്ല ഉഷാറുള്ളൊരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് നാട്ടുകാരും അയൽവാസികളൊക്കെ വിളിച്ചു വരുത്തും. എന്നിട്ട് ഹജ്ജിന് പോവുകയാണ് എന്ന് ഭാര്യനോട് പറയും, ജി വിഷമിക്കണ്ട, 40 ദിവസം കഴിഞ്ഞാൽ ഞാൻ വരും, അരിയും മുളകും പഞ്ചസാരയും മല്ലിയും ചായപ്പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്, ഇനി പച്ചക്കറി മീനും മാത്രമേ ഉള്ളൂ, അത് ആ കുഞ്ഞാപ്പൂൻ്റെ മുഹമ്മദ് ഗുഡ്സിൽ കൊണ്ടുവരുമ്പോൾ വാങ്ങിക്കൊണ്ട് പെണ്ണുങ്ങളോട്. അപ്പോൾ പെണ്ണുങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മെല്ലെ ഒരു ദിക്ർ ചൊല്ലും,
നിങ്ങൾ 80 ദിവസം കഴിഞ്ഞിട്ട് വന്നാലും ഒരു പരാതിയുമില്ല. അതിപ്പോൾ നിങ്ങളെപ്പറ്റി ഈ മറൻ്റെ അപ്പുറത്തുള്ള സഹോദരിമാർ പറയുമോ ഇല്ലേ നിങ്ങൾക്ക് തന്നെ അറിയുമല്ലോ. ഇപ്പോൾ ഇന്നിപ്പോൾ ഈ വയലിൻ്റെ സദസ്സിലേക്ക് വരുമ്പോഴും ചിലപ്പോൾ ഭാര്യയോടൊക്കെ കച്ചറൊക്കെ ഉണ്ടാക്കി പോകുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ ഉസ്താമാരുണ്ടാവും, ഒരു ചിരിക്കുന്നുണ്ട്. അപ്പം ആരാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്? അപ്പം നമ്മൾ ഭാര്യയോട് റമദാനായതുകൊണ്ട് എല്ലാ ആളുകളും ഒന്ന് പൊരുത്തപ്പെടിക്കാം. തിരിച്ചിങ്ങോട്ടും ഭാര്യമാർ ഭർത്താക്കന്മാരോടും പൊരുത്തപ്പെടിക്കണം. അതും മറന്നുപോയ സംഭവങ്ങളാണ്. ഇങ്ങനെ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വളരെ നല്ല നിലയിൽ ഇൻഷാ അല്ലാഹ് കഴിയുമ്പോഴാണ് റമദാൻ പരിപൂർണമായി നമുക്ക് A+ ലഭിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാമും ദാവൂദ് നബി അലൈഹിസ്സലാമും തമ്മിൽ ഒരു സദസ്സിന്ന് വയലിൻ്റെ സദസ്സിന്ന് കണ്ടുമുട്ടി എന്നാണ് കരുതിക്കോ. അപ്പോൾ പറഞ്ഞു, ഇവിടെ ഒലക്കുണ്ട്, ആ നിൽക്കുന്ന മനുഷ്യൻ്റെ റൂഹിനെ 3 ദിവസം കൊണ്ട് ഞാൻ പിടിക്കും. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോട് അസ്രായില പറയുന്ന ഒരു അപ്പീലും ഇല്ല, കാരണം മൂപ്പര പണി അത് തന്നെയാണ്. അങ്ങനെ ദാവൂദ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ റൂഹിനെ പിടിക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. 3 ദിവസമാകുമ്പോൾ ഇയാളെ റൂഹിനെ പിടിക്കുകയാണല്ലോ. അന്ന് വാട്സപ്പ് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നേരെ വീഡിയോ എടുത്ത് ഫോർവേഡ് ചെയ്യാൻ നമ്മളിങ്ങനെ കാത്തുക്കും. ഇന്ന് എല്ലാ സാധനവും കിട്ടുന്നുണ്ട്. കിട്ടാത്തത് പാക റൂഹ് പോകണത് മാത്രമേ ഫോട്ടോ കിട്ടാത്തുള്ളൂ. അതങ്ങനെ ഒരാൾക്ക് കിട്ടിയാൽ അല്ലാഹ് ഓൻ കഴിച്ചിലായി, ദഖലൽ ജന്ന, ഓൻ സ്വർഗത്തെ കിടക്കുവാൻ അത് ഫോർവേഡ് ചെയ്താൽ. കാരണം അങ്ങോട്ട് ഇവിടെ തന്നെ ആവശ്യമുള്ളതാണെങ്കിലും ഇല്ലാത്തതുമൊക്കെ ആണെങ്കിലും ആളുകൾ ചിന്തിക്കുന്നത് ഈ വിവരം സത്യമാണെങ്കിലും അസത്യമാണെങ്കിലും ആദ്യം എൻ്റെ വിരൽ തുമ്പ് കൊണ്ട് ഇത് ലോകത്തേക്ക് എത്തണം. അതിൻ്റെ ഗുണവും ദോഷവുമൊക്കെ ആദ്യം വിടുന്ന ഒരാൾക്കാണ്. അത് കണ്ടിട്ട് ആര് വിട്ടാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് വെറുതെ നമ്മൾ കിട്ടണത് മുഴുവനും പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് എല്ലാ അസ്രായിൽ അലൈഹിസ്സലാമും ദാവൂദ് നബി അലൈഹിസ്സലാമും കണ്ടുമുട്ടി വിഷയം പറഞ്ഞപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. പക്ഷേ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ മരിച്ചില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ മരിച്ചില്ല. മരിക്കാതെ നിന്നപ്പോൾ അസ്രായിൽ അലൈഹിസ്സലാമിനെ പിന്നീട് കാണുമ്പം ചോദിക്കാമെന്ന് കരുതി, നിങ്ങൾ 3 ദിവസം കൊണ്ട് അയാൾ മരിക്കുമെന്ന് പറഞ്ഞാണല്ലോ, പക്ഷെ മരിച്ചില്ല. നിങ്ങൾ തമാശ, ഒരു അസ്രായിൽ ഒരു തമാശയൊക്കെ പറയാലോ, അപ്പം അസ്രായിൽ തമാശ പറഞ്ഞതാന്ന് കരുതി. പക്ഷേ ദാവൂദ് നബി അലൈഹി സ്വലാം ചോദിച്ചപ്പോൾ അസ്രായിൽ അലൈഹി സ്വലാം പറഞ്ഞ മറുപടി, അദ്ദേഹത്തിൻ്റെ റൂഹിനെ പിടിക്കാൻ അള്ളാഹുവിൽ നിന്നുള്ള എല്ലാവിധ ഓർഡറുകളും അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് ലഭിച്ചിരുന്നു. എല്ലാ ബോർഡിംഗ് പാസും അങ്ങനെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിൻ്റെ ലോഞ്ചിൽ ഇങ്ങനെ ഇരിക്കുക. ഇപ്പോൾ ഫ്ലൈറ്റ് കയറിയപ്പോൾ പോകും. അപ്പോഴാണ് സുബ്ഹാനല്ലാഹ് അദ്ദേഹത്തിൻ്റെ റൂഹിനെ പിടിക്കാതിരിക്കണം. എത്ര സന്തോഷമുണ്ടാവും. എന്തേ പിടിക്കാതിരിക്കാൻ കാരണം? അദ്ദേഹം പിണങ്ങി നിന്നിരുന്ന, തെറ്റി നിന്നിരുന്ന ഒരാളോട് അങ്ങോട്ട് പോയി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് സലാം പറഞ്ഞപ്പോൾ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് ആ പിണങ്ങിയ ഒരാൾ തിരിച്ച് ഇങ്ങോട്ട് പറയുകയും ചെയ്യും. അതുകൊണ്ട് 20 കൊല്ലത്തിന് ആയുസ് അല്ലാഹു തആല നീട്ടിക്കൊടുത്തു. സുബ്ഹാനല്ലാഹ്, 20 കൊല്ലത്തെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുത്തു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്ന് ഈ വയല് കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടെന്ന് ആളുകൾക്ക് ആ പൊതി തുറക്കണീന് മുമ്പ് ആരോടെങ്കിലും ഒരാൾ സലാം പറഞ്ഞോളൂ, തെറ്റിയലോട്. ബാക്കിയൊക്കെ പിന്നെ പറയാം. അങ്ങനെ 20 കൊല്ലത്തെ ആയുസ് നമ്മൾ വർദ്ധിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് കാരണമാണത്. വെറുതെ പറയില്ല. ഇന്ന് മനുഷ്യന്മാരുടെ കൽബിൽ അസൂയയും പോരും ഒക്കെയാണ്. എല്ലാവരും ഇങ്ങനെ ഉഷാറായിട്ട് ഇരിക്കുന്ന, ഞാനും ഇരിക്കുന്നുണ്ട്.
പക്ഷെ നമ്മുടെ കൽബ് എത്രമാത്രം വൃത്തിയുണ്ട്, എത്ര ആളുകളോട് പിണങ്ങിയിട്ടുണ്ട്, അവരോടൊക്കെ നന്നാവുക. കമ്മിറ്റിക്കാർ മൂല്യന്മാരോട് നന്നാകേണ്ടി വരും, ചിലപ്പോൾ ചില മുദരിസന്മാരോട്, ചില ഖത്തീബുമാരോട്. ചിലപ്പോൾ പോയ ഖത്തീബിനെ കൊണ്ടൊക്കെ പൊരുത്തപ്പെടിക്കണ്ട, പോയ ഖത്തീബിനെ പൊരുത്തപ്പെടിക്കേണ്ടി വരും. ചിലവർ കരുതിന് ഷഅബാനിൽ മൂല്യരെ പിരിച്ചുവിടാനുള്ള മാസമാണ്, അങ്ങനെ ആരോ പറഞ്ഞു. മദ്രസയിലും പള്ളിയിലും ഉസ്താദുമാരെ പിരിച്ചുവിടാനുള്ള മാസമാണ്, അതും കൂടി ആ ദുആയിൽ ഉൾപ്പെടുത്തണം. ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന ദുആയിൽ അതും കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളവരുണ്ട്. അതുകൊണ്ട് ആരാണെങ്കിലും അവരോട് നമ്മൾ നന്നാവുക. അറബികൾ കണ്ടില്ലേ നിങ്ങൾ, അറബികൾ എപ്പോഴും തസാമുഹിന് ഏറ്റവും റെഡിയാണ്. അവർ എപ്പോഴും പുറകും. അവരെ മനസ്സിൽ കുയിന്തില്ല, കുസുമ്പില്ല, അസൂയയില്ല, പോരില്ല, ഒന്നുമില്ല. എത്രയാണെങ്കിലും അവർ നല്ല മനുഷ്യന്മാരാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഖൈർ അല്ലാഹു കൊടുക്കുന്നത്. നാളെ ഒരാള് അവന്റെ തൊട്ടടുത്ത കടയുടെ അവൻ താമസിക്കുന്ന കെട്ടിടത്തിന്റെ ഫ്ലാറ്റിന്റെ തൊട്ടടുത്ത് നിങ്ങളെ നാട്ടുകാരനാകുന്ന ഒരാളുണ്ടെന്ന് സങ്കല്പിച്ചോ. അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ നിന്നിങ്ങനെ നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ കുട്ടിയെ മദ്രസയിൽ പറഞ്ഞേക്കാൻ 1 റിയാലിന്റെ മോയ വേണം, വെള്ളം. ആ വെള്ളം വാങ്ങാൻ വേണ്ടി കട തുറന്നപ്പോൾ ഉടനെ തന്നെ പോയി. ഈ അറബി നേരെ ചെന്നിട്ട് ഇവങ്ങനെ കട തുറക്കുകയാണ്. അപ്പൊ പറഞ്ഞു അസ്സലാമു അലൈക്കും, സ്വബാഹൽ ഖൈർ, സ്വബാഹൽ ഫൂൽ, സ്വബാഹൽ വർ, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈഫ ഹാലുക്, കൈഫ അഖ്ബാർ, കൈഫ് ബാബ എന്നൊക്കെ പറഞ്ഞ് ബാപ്പൻ്റെ ഇമ്മൻ്റെ ഒക്കെ വിവരങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ജിബ്ലി ബിരിയാൽ മോയ 1 റിയാലിന് വെള്ളം കൊണ്ടാണ്. 1 റിയാലിന് വെള്ളം. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇവന്റെ കയ്യിൽ 50 പൈസയുള്ളൂ. 50 ഹലാല മാത്രമേ ഉള്ളൂ, 1 ഹലാല ഫുള്ളായിട്ടില്ല. അപ്പൊ ഈ മലയാളിയാകുന്ന കാസർഗോട്ടുകാരനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ലാ അനമാ അദ്ദിക യാ മുഹമ്മദ് ഇൻത അവ്വലു സബൂൻ. ഈ ആദ്യത്തെ കസ്റ്റമറാണ്, അതുകൊണ്ട് ഞാൻ എനിക്ക് കടം തരൂല. ആരോ പറഞ്ഞിരുന്നു അങ്ങനെ ആദ്യത്തെ ഒരാൾക്ക് കടം കൊടുത്താൽ പിന്നെ അന്നത്തെ ദിവസം മൊത്തം കടാണ് എന്ന് ഒരു സുബലക്ഷണമാണ്. ആദ്യം വരുന്ന ആള് പൈസ കൊടുത്ത് വാങ്ങാന്നുള്ളത് ഒരു അപലക്ഷണമാണ് കടം വാങ്ങുന്നത്. അങ്ങനെ 50 പൈസക്ക് വെള്ളം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് വെള്ളം തരാൻ പറ്റില്ല. 1 രൂപ ഫുള്ളായി. താജു 1 രൂപക്ക് വെള്ളം തരുകയുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമാക്കി. രണ്ടുപേരും, ആ അറബിയും ആ മലയാളിയും തമ്മിൽ വലിയ പ്രശ്നമുണ്ടാക്കി. അടിയായി. 50 പൈസക്കാണ് അടിയടക്കണം. അങ്ങനെ പോലീസുകാരൻ വന്നു, അറബിയെയും ഈ മലയാളിയെയും കൊണ്ടുപോയി. അറബി അപ്പം തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോന്നു പോലീസ് സ്റ്റേഷനിൽ. പക്ഷെ മലയാളി അവിടെ തന്നെ നിന്ന്. ഓന്റെ അറബി ജിസാല്ല. അവിടുന്ന് ഇറങ്ങി മൂപ്പര് എത്തപ്പോത്തിന് 3 ദിവസം കഴിഞ്ഞ്. അപ്പോൾ അതിന് തക്കാളി കേടുന്ന്, കക്കരിക കേടുന്ന്, പാലിന്റെ ഡേറ്റ് കഴിഞ്ഞ്, ബിസ്ക്കറ്റിന്റെ ഡേറ്റ് കഴിഞ്ഞ്, ഒരുപാട് നഷ്ടങ്ങൾ. പിന്നെ 3 ദിവസം കഴിഞ്ഞ് വന്നപ്പോഴേക്കും 2000 റിയാലിന്റെ നഷ്ടം. കാരണം ഒരുപാട് സാധനം നഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലെ പായല്ല, എല്ലാ സാധനം ഡെയിലി ഇങ്ങനെ മാറ്റിക്കൊണ്ടുപോകും. പക്ഷേ 3 ദിവസം കഴിഞ്ഞ് അവൻ പിന്നീട് കട തുറന്നപ്പോൾ ഇതുപോലെ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന നേരത്തെ ആ അറബി രാവിലെ എന്ന് നോക്കും ഇയാൾ കട തുറന്നില്ല എന്ന് കരുതുമ്പോൾ പിന്നെയും തിരിച്ചു പോകും. പക്ഷെ 3ാമത്തെ ദിവസം നോക്കുമ്പോൾ വീണ്ടും കട തുറന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വീണ്ടും ആ കടയിൽ ചെന്ന് അസ്സലാമു അലൈക്കും, കൈഫ ഹാലുക യാ മുഹമ്മദ്, കൈഫ അഖ്ബാറുക്, കൈഫ് ബാബ, കൈഫ് മാമ, കൈഫ് ശുഗൽ, കൈഫ് മദാം, തമാം, അൽഹംദുലില്ലാ. ആതീനി ബിരിയാൽ മോയ. എന്താന്ന് ചോദിച്ചേ?
അള്ളാഹുവിന്റെ രക്ഷ നിനക്കുണ്ടായിരിക്കട്ടെ. കൈഫ ഹാലുക്, എന്താ വിശേഷം? കൈഫ അഖ്ബാറുക്, എന്താണ് നിന്റെ വിവരങ്ങൾ? എന്താ കച്ചവടത്തിന്റെ വിവരങ്ങൾ? എന്താ വാപ്പന്റെ വിവരം? എന്താ അമ്മന്റെ വിവരം? എന്താണ് ഭാര്യന്റെ വിവരം? ജോലിയൊക്കെ റാഹത്തന്നെ എല്ലാം ചോദിച്ചിട്ട് പിന്നെ ഓൻ ചോദിച്ചിട്ട് ആ തീനി ബിരിയാൽ മോയ ഒരു റിയാലിന് വെള്ളം കൊണ്ടാണ്. അപ്പൊ ഈ മലയാളി ഇങ്ങനെ കരുതി ഇപ്പൊ 3 ദിവസം മുമ്പ് എന്നോട് കച്ചറുണ്ടാക്കി പോയ ആളാണ് ഇത്. ഓൻ തന്നെയാണ് തമ്മിൽ ഒറ്റ കുട്ടികളൊക്കെയുണ്ടോ? ഇവര് ടിൻസാണോ? കാരണം 3 ദിവസം മുമ്പ് അടിയുണ്ടാക്കിയ ഒരാൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ കടയിൽ വന്നുകൊണ്ട് അദ്ദേഹം ആ കടയിൽ നിന്ന് സാധനം വാങ്ങുകയാണ്. അതെന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ഖൽബിന്റെ വൃത്തിയാണ്, തസാമുഹാണ്. നമ്മളാരും പൊറുക്കൂല, ഭയങ്കര വാശിക്കാരാണ്. ഇപ്പൊ അടുത്ത് ഞാൻ ബഹ്റൈനിൽ പോയപ്പോൾ അവരെ വെള്ളിയാഴ്ച ജുമുഅക്ക് ഞാൻ കൂടിയപ്പോൾ ആളുകൾ മുഴുവനും ജുമുഅ കഴിഞ്ഞിട്ട് സലാം പറഞ്ഞ് ഇങ്ങനെ ആലിംഗനം ചെയ്യുന്നുണ്ട്. ആലിംഗനം ചെയ്യുമ്പോൾ അവരിങ്ങനെ പറയാണ്, കൈഫ ഹാലുക് തവ്വലല്ലാഹു ഉംറക്, തവ്വലല്ലാഹു ഉംറക്. കഴിഞ്ഞ വെള്ളിയാഴ്ച നിന്നെ കണ്ടു, പിന്നീട് ഈ വെള്ളിയാഴ്ച വീണ്ടും കാണാൻ കഴിഞ്ഞു, ഇനി അടുത്ത വെള്ളിയാഴ്ച ഇനിയും കാണട്ടെ. തവ്വലല്ലാഹു ഉംറക്, അല്ലാഹു നിന്റെ ആയുസ് വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഒരാളോട്? എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പറയൂലേ? അതുകൊണ്ട് നല്ല മനസ്സിന്റെ ഉടമകൾ അവർക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ദാവൂദ് നബി അലൈഹിസ്സലാമും അസ്രായിൽ അലൈഹിസ്സലാമും കണ്ടുമുട്ടിയപ്പോ സുബ്ഹാനല്ലാഹ് 20 കൊല്ലത്തെ ആയുസ് നീട്ടിക്കൊടുക്കാൻ കാരണം പിണങ്ങി നിന്ന ഒരാളോട് അങ്ങോട്ട് പോയി സലാം പറഞ്ഞതാണ്. അതുകൊണ്ട് സലാം പറയാൻ നമ്മൾ തയ്യാറാവണം. അയൽവാസിയോട് പിണങ്ങി നിന്നവരുണ്ട്, സുബ്ഹാനല്ലാഹ്, കുടുംബത്തിലും കുടുംബ ജീവിതങ്ങളിലും ബറക്കത്ത് വേണം. അപ്പോഴേ ആ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അൽഹംദുലില്ലാ, നമ്മളൊരു വിഷയം കേൾക്കുമ്പോൾ ആ വിഷയം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലേ? അതുപോലെ എപ്പോഴും നമ്മൾ അതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്, ഇപ്പം ഒരുപാട് വിവാഹങ്ങൾ നടക്കും. ഇന്ന് വിവാഹങ്ങൾ നടക്കും. വിവാഹങ്ങൾ നടന്ന് നിക്കാഹിന് ഉസ്താദ് നന്നാക്കി തീർക്കും. ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅ ബൈനക്കുമാ ഫീ ഖൈരിൻ വ ലത്ഫിൻ വഅഫിയ. പടച്ചോനെ ബൽക്ക് ഉണ്ടാക്കും, ബർക്കത്ത് കൊടുക്ക്, ഓലെ കുടുംബജീവിതത്തിൽ സന്തോഷം കൊടുക്ക്, ഓലെ ഖിയാമത്ത് നാൾ വരെ ജീവിപ്പിക്ക്, സ്വർഗത്തു നിന്നും ഓലക്ക് കാണാൻ തൗഫീഖ് കൊടുക്ക്, ഇതൊക്കെ തീർക്കും. പക്ഷെ ഈ ദുആ മുഴുവനും ബാത്തിൽ, അഥവാ പിറ്റേന്ന് തന്നെ തൊലാക്ക് ചെല്ലണ പണിയാണ് രണ്ടു കൂട്ടർ എടുക്കുക. പിറ്റേന്ന് തന്നെ ഈ കുടുംബബന്ധം തകരും, ഓലെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. അതിലിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം, ഒന്നിങ്ങനെ സുബ്ഹാനല്ലാഹ് പല പാട്ടും പല, ഇപ്പൊ സൂഫി ഗാനം, സൂഫി ബിരിയാണി ഉണ്ട്, ഇപ്പൊ എല്ലാം ഉണ്ട്. അങ്ങനെ 4 കാലുള്ള ഒരു ഇരുമ്പിന്റെ കാലുണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ ഒരു കുറെ ഫ്ലവർ ഇട്ട്, ആ ഫ്ലവർ ഇട്ടിട്ട് 4 കാലുമലും ഓരോ പെണ്ണുങ്ങൾ പിടിക്കും. ഇവിടെ ഉണ്ട് ഉസ്താദ്? ഇല്ലാതെ അതിന്റെ ഉസ്താദന്മാരവിടെ. 4 കാലുമ്പളും ഓരോ പെണ്ണുങ്ങൾ പിടിച്ചിട്ട് അന്ന് മംഗല്യം കഴിഞ്ഞ ആണിനെയും പെണ്ണിനെയും അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് കൊണ്ടുപോകും. ഞാൻ പറയണത്, ഈ 4 കാല് പിടിക്കുന്ന ആ പെണ്ണുങ്ങൾക്ക് 4, ബാക്കി ഞാൻ പറയണില്ല അല്ലേ, 4 മനുഷ്യന്മാരുണ്ടല്ലോ, ആ മനുഷ്യന്മാരെ വിട്ടുകൊടുക്കണം. എന്തൊരവസ്ഥ, എന്തൊരവസ്ഥ! പിന്നെ എങ്ങനെയാ കല്യാണം കുടുംബജീവിതത്തിൽ ബർക്കത്തുണ്ടാവുക? എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയും, ഉസ്താദെ ഞങ്ങൾ തമ്മിൽ ഒത്തുപോകണില്ല, ബെഡ്റൂമൊക്കെ ചെന്നാൽ എന്നും അടിയ. കാരണം എന്താ? അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും ശാപം വാങ്ങി വെച്ചവരാണ്. മംഗല്യം കഴിഞ്ഞ ആളുകൾ ശ്രദ്ധിക്കുക, ഇനി നടക്കാനുള്ളവർ ശ്രദ്ധിക്കുക. ഇന്ന് ഏത് സംഗതി എടുത്തു നോക്കിയാലും നമ്മളെ മുസ്ലിം പെണ്ണുങ്ങൾ അതിന്റെ മുമ്പിൽ, മുസ്ലിമീങ്ങൾ, ആ പെണ്ണുങ്ങളെ പുതിയാപ്പിളാരും മുമ്പിൽ, ഈ ആണും പെണ്ണും. കാരണം ഒരു റീൽസ് ഇങ്ങനെ എടുത്ത് നോക്കിയാൽ അതിലെ മൊത്തം മുസ്ലിം പെണ്ണുങ്ങളാണ്. 100 എണ്ണം ഉണ്ടെങ്കിൽ 85 നമ്മളാ.
എന്നിട്ടോ അതാരാ ഫോട്ടോ എടുത്ത് വിടുന്നത്? ഫോട്ടോ എടുത്ത് വിടുന്ന ആരാ? ഓല പുയ്യാപ്പിളാരനെ. ഓല പുയ്യാപ്പിള കാരണം നയിച്ചാതെ പൈസ ഉണ്ടാക്കാലോ, അധ്വാനിക്കാതെ പണം ഉണ്ടാക്കാം. കാരണം ഇങ്ങനെ റീച്ച് കിട്ടണതിനനുസരിച്ച് കൊണ്ട് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമല്ലോ. അതിനെക്കാട്ടിലൊക്കെ നല്ലത് വേറെ പണിയാ, അതിനെക്കാട്ടൊക്കെ നല്ല വേറെ പണിയാ. അതുകൊണ്ടാണ് നമുക്ക് കടങ്ങൾ തീരുന്നില്ല, വീട്ടിലെ പ്രശ്നവും, ഭാര്യനേറ്റവും പ്രശ്നവും, എല്ലാവരേറ്റും പ്രശ്നമാണ്. ആരേറ്റ പ്രശ്നമില്ലാത്ത എല്ലാവരും പ്രശ്നമാണ്, സമാധാനമില്ല. എന്നിട്ട് ഏതെങ്കിലും ഒരു തങ്ങളത്ത് പോകും, ആ തങ്ങ അങ്ങനെയുള്ള വിളിച്ച തങ്ങ എന്താന്നറിയില്ല, ഓളേറ്റവും ഒത്തുപോകൂല. നിങ്ങളെ ഭാഷ എനിക്ക് പറയാൻ കഴിയാത്തതുകൊണ്ടാണ്, നല്ല ചുരുക്കിൽ പറയാം. അപ്പോ ഒരാൾ പറയും ഒരു 18 കരിങ്കോയിനെ മുട്ടണ് കൊണ്ടുവരാൻ. ഞാനാണെങ്കിൽ 52 പറയും. കാരണം എന്താ പറയുക, എന്ന് വെച്ചാൽ 51 ദിവസം കംപ്ലീറ്റ് അടിച്ചാലോ. നിങ്ങളെ പ്രശ്നം തീരൂല, എൻ്റെ പ്രശ്നം തീരും. കാരണം എനിക്ക് മുട്ട കിട്ടുമല്ലോ. ഇങ്ങളെ പ്രശ്നം തീരൂല. ഇങ്ങളെ പ്രശ്നം തീരുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യതൊക്കെ ക്ലിയറാണ്. കല്യാണം കഴിഞ്ഞ് അവിടുന്ന് തുടങ്ങാണ് പെശക്. എല്ലായിടത്തും എവിടെ ചെന്നാലും അങ്ങനെ. ഇത് പറഞ്ഞാൽ ഒരു മൂലര് നിക്കാഹിന് പറഞ്ഞോ, സുബ്ഹാനല്ലാഹ്, ആ മൂലര് പിരിച്ചുവിടും. പിന്നെ നിങ്ങൾ ആരും പിരിച്ചൂല, അടുത്തെല്ലാം വിളിച്ചൂല എന്നുള്ളൂ. നമ്മൾ നേരത്തെ പിരിഞ്ഞാ നിൽക്കണല്ലോ ഇവിടുന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ പോവുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ക്ലിയർ ആവണം. ഇതിങ്ങനെ വയത് വെച്ച് ഇങ്ങനെ ഒരു 10 ആൾ ഇവിടെ കുത്തിരിക്കും, എന്നിട്ട് നമ്മളിങ്ങനെ കേൾക്കും, നമ്മളിങ്ങനെ പോകും. അങ്ങനെ 2 പാട്ടൊക്കെ പാടിയ വളരെ റാഹത്തായി, ആണിനും പെണ്ണിനും ഒക്കെ റാഹത്തായി. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ, വെറുതെ കാട്ടിക്കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. എല്ലാവർക്കും കടം, ഫുള്ള് കടം, ഫുള്ള് ലോണ്. എത്ര ആളുകൾ ഇപ്പം ഇവിടെ ഈ നാട്ടുകാരാകുന്ന, കാസർഗോട്ടുകാരാകുന്ന ഒരാൾ സുബ്ഹാനല്ലാഹ് എന്നോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞൊരു സ്ഥലത്ത്. ആ സ്ഥലത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര കൊല്ലായി? അദ്ദേഹം ഒരുപാട് വർഷമായി ഗൾഫിൽ. എന്നിട്ടോ എന്താ പോവാത്ത്? 10-30 കൊല്ലായി. ഞാൻ പറഞ്ഞു, നിർത്തി പോവാനായില്ലേ? ഇല്ല, കുറച്ച് കടം കൂടി ഉണ്ട് ഉസ്താദേ. എന്തേ? മോന്റെ മംഗല്യം കഴിച്ചപ്പോ മഹർ കൊടുത്ത്, ഇത്ര കൊടുത്ത് 10 പവനം. ആ കടം വീടണം. സുബ്ഹാനല്ലാഹ്, എനിക്ക് ഭ്രാന്താണ് കയറി നല്ലൊരു ചീത്തറിഞ്ഞ. അയാൾ പിന്നെ 2 ആഴ്ച കഴിഞ്ഞേക്കിന് മരിച്ച്. അയാൾ 2 ആഴ്ച കഴിഞ്ഞേക്കിന് മരിച്ച്. 10 പവനം സ്വർണം. ആരെങ്ങളോട് 10 പവനം കൊടുക്കാൻ പറഞ്ഞു? അല്ലെങ്കിൽ മകൻ പെണ്ണിട്ടാനുള്ള മഹർ പാപ്പാരാ കൊടുക്കല്? പെണ്ണിട്ടാൻ പൈസ കൊണ്ട് ഉണ്ടാക്കിയാൽ മതി. പോയി പണിയെടുക്കാൻ പറയല്. കല്ലിന്റെ കോറിക്ക് ഇവിടെ അല്ല, കല്ലുണ്ടല്ലോ ഇവിടെ, മലപ്പുറത്ത് കല്ലും കയറ്റി ഇവിടെ വിടുന്നു. ഒമനിസ്തതാഅമിൻകും, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും കഴിവായാൽ ഫല്യതസവ്വജ്, കല്യാണം കഴിച്ചു. ഒമല്ലം യസ്തതി, അങ്ങനെ കൈവാകുന്നില്ലെങ്കിലോ ഫല്യസും, നോമ്പ് നോറ്റോ. അതാണല്ലേ, അതാ പറഞ്ഞത്. അതാണ് നിക്കാഹിന്റെ മുമ്പ് ഖുത്ബയിലൂടെ പറയുന്നത്. അതിനൊന്നും നമുക്കാവില്ല. എന്നിട്ട് വാപ്പാര് മക്കൾക്കും വേണ്ടിയിട്ട് പൈസ കടം വാങ്ങി മഹർ വാങ്ങി കൊടുത്ത് മംഗല്യം കഴിച്ചിട്ട് പിന്നെ ആ ടെൻഷനായിട്ട് അറ്റാക്കായി. അങ്ങനെ പിന്നെ മിംസ് ഹോസ്പിറ്റലിലായി. അങ്ങനെ 10 ലക്ഷം 5 ലക്ഷം റുപ്യൊക്കെ ആൻജിയോ ചെയ്യാനും ബൈപ്പാസ് ചെയ്യാനും ഒക്കെ ആയി മാറി. അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ ജീവിക്കുക. നോ ടെൻഷൻ. എന്തിനാ ടെൻഷൻ? അതുപോലത്തെ പൈസ ഉണ്ടെങ്കിൽ 12-15 വയസ്സായാൽ എല്ലാ മക്കളും പ്രായപൂർത്തിയായാൽ ഓരോട് വിളിച്ച് പറയൽ സുന്നത്താണ്. എടാ കുഞ്ഞാപ്പോ 15 വയസ്സായി എനിക്കിപ്പോ, എൻ്റെ ബാധ്യത 5 ഞാൻ നമ്മളെ ബാധ്യതയൊക്കെ തീർന്നു. ഇനി എനിക്ക് +1 പോകണം എന്നുണ്ടെങ്കിൽ പോയിക്കോ, ഞാൻ സഹകരിച്ചു തരാം. പോണില്ലേ? എന്നാ അടുത്ത പണിക്ക് ഹോട്ടലിൽ പ്ലേറ്റ് വാങ്ങാൻ പോയിക്കോ. അല്ലാതെ എന്താ എനിക്കറിയാം? വേറൊന്നും അറിയില്ലല്ലോ. വേഗം പറഞ്ഞാൽ മതി, അപ്പൊ വേഗം പഠിക്കാൻ പോകും. ഇത് നമ്മളിങ്ങനെ ഓല കാര്യത്തിൽ ടെൻഷനാവുക. പഠിക്കണില്ലേ? പഠിക്കണ്ടാന്ന്, ഏതെങ്കിലും അന്തം വിട്ട് നടന്നോട്ടെ. എന്തിനാ ഇപ്പം നമ്മളിതിന് ടെൻഷൻ ആവേണ്ട ആവശ്യം? ഇന്നിപ്പോൾ മദ്രസയിലെ കുട്ടികളുണ്ടോ? എവിടെ കുട്ടികൾ? 5ാം ക്ലാസ് കഴിഞ്ഞാൽ ഉസ്താദ് എൻ്റെ കുട്ടി വലിയതായിക്കണം, അതുകൊണ്ട് ഇനി മദ്രസക്ക് പറഞ്ഞേക്കണില്ല. പിന്നെ ആ കുട്ടീനെ തന്നെ എറണാകുളത്ത് ഹോസ്റ്റലിൽ കൊണ്ടുപോയി ചേർത്തിക്കണേ. മദ്രാസിൽ ആ കുട്ടിയാണല്ലേ, അവിടെ ചെറുതായി, അവിടെയൊക്കെ പിന്നെ 2.5 വയസ്സായി അവിടെ എത്തിയത്, മദ്രാസിലെത്തിയത്. എന്നിട്ട് ഇപ്പം അടുത്ത് എറണാകുളം ടൗണിൽ 12 മണിക്ക് ശേഷം കറങ്ങുന്ന പെൺകുട്ടികളെ പോലീസുകാർ പിടിച്ച്, കറങ്ങാൻ പാടില്ല, പിടിച്ചപ്പോൾ ഈ പെൺകുട്ടികൾ നിയമപാലകന്മാർക്കെതിരെ കേസ്. ഞങ്ങൾക്ക് നൈറ്റ് എൻജോയ്, ഞങ്ങൾക്ക് രാത്രി എൻജോയ് ചെയ്യണം. മൂന്തക്കുറ്റിക്ക് തല്ലണം, തച്ചാലും പ്രശ്നം, ചീത്തറിഞ്ഞാലും പ്രശ്നം,
ഓസ്കോ പീഡനം എപ്പോഴാണ് മുണ്ടാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞു ഞാൻ ആരെങ്കിലും കൊടുക്കുവോ? മൈക്കറ്റ കൊടുക്കുവോ? മൈക്ക് ഇജ്ജ് കൊടുക്കുവോ? ഞാൻ പേടിച്ചാ പറയണത് ഇല്ലേ? ഇന്ന് എത്ര അധ്യാപകന്മാർ ഇപ്പം ഫേസ്ബുക്കിൽ ഞാൻ വായിച്ചു, വയനാട്ടിൽ നിന്നുള്ള ഒരു അധ്യാപകൻ എഴുതിയ ഒരു എഴുത്ത് രക്ഷിതാക്കന്മാരോട്. ചില രക്ഷിതാക്കന്മാർക്ക് അതന്നെ ഒരു പണി. കാരണം അങ്ങനെ കൊടുത്താൽ മതിയല്ലോ, പോസ്കോ പീഡനം കൊടുക്കുക, എന്നിട്ട് അതിൽ കുറച്ച് പൈസ ഒക്കെ കിട്ടും. മദ്യം പറയുമ്പോൾ അങ്ങനെ പൈസ കിട്ടുമല്ലോ. അതിനെക്കാട്ടിലൊക്കെ നല്ലത് വേറെ പണിയുണ്ട്. ഞാൻ ഓൺലൈനിലേക്ക് പറഞ്ഞു നീ അതിനെക്കാട്ടിലൊക്കെ നല്ല ആ ചോറ് ഭക്ഷണമൊക്കെ തിന്നതിനെക്കാട്ടിലും കേസ് കൂടിയിട്ടും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിജയിച്ചിട്ട് അതിൽ കിട്ടുന്ന പൈസ കൊണ്ടൊക്കെ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ലതാണ്. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടൊരു അധ്യാപകൻ എഴുതിയ ഒരു എഴുത്ത്. അദ്ദേഹത്തിന്റെ അധ്യാപകനത്തിന് സ്കൂൾ അധ്യാപകനാണ് അദ്ദേഹം. മദ്രസയിലെ ഉസ്താദുമാര് ഒക്കെ ഇങ്ങനെ മിണ്ടാതിരിക്കുക. ഈ കുട്ടികളൊന്നും പറയാൻ പാടില്ല. പറഞ്ഞാ കുടുങ്ങി. കാരണം അവർക്ക് ദേഷ്യമാണെങ്കിൽ അവർക്കെന്തും പറയാം. ഈ ഒരു അവസ്ഥയൊക്കെയാണ് ഉള്ളത്. എവിടെയാണ് ഉണ്ടാവുന്നത്? അപ്പൊ നമ്മള് ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മളൊന്ന് ക്ലിയർ ആവണം, നമ്മൾ നന്നാവണം. അപ്പൊ അതുകൊണ്ട് 15 വയസ്സായ നമുക്ക് മക്കളോട് പറയാം, എടാ ഇനി മണേ പഠിച്ചോ അല്ലേ വേണ്ട, ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞമ്മക്ക് നോക്കലില്ല. ആ പോകാൻ പറയും, ഇപ്പം ഇനി ഒരു കാര്യം കൂടി വാപ്പാക്കാൻ എനിക്ക് ചെയ്തരാണ്ട് പെണ്ണെട്ടി ചേരാന്ന്. അപ്പൊ എൻ്റെ അടുത്ത് മഹറിന് പൈസ ഉണ്ടോ? ഇപ്പൊ 2 പവനും ഒരു പവനത്തിന് എത്ര ദിവസത്തെ 62,000 അല്ലേ? 62,000. അപ്പോ 6 6 12 1,24,000 റുപ്യ വേണം 2 പവനം കൊടുക്കാം. അതെൻ്റെ അടുത്തുണ്ടോ? ഇല്ല വാപ്പ. ഇപ്പം നമ്മൾ മൊബൈലിൽ തന്നെ ഇപ്പം വാട്സപ്പ് വൈഫൈ ഇപ്പം നമ്മൾ അടുത്തുള്ള മേമാക്കാൻ്റെ പാസ്വേഡ് മൂപ്പർ ഇടാത്തതുകൊണ്ട് ആ മതിലിൻ്റെ വരെ അവിടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാണ്, അതന്നെ കട്ടെടുക്കുകയാണ്. അങ്ങനെ അപ്പം നെറ്റന്നെ ഓട്ടണ. പിന്നെ എങ്ങനെ മഹറിന് പൈസ? എന്നാൽ പിന്നെ അവനോട് വേഗം പറയാം ഫല്ലുസുംബേ നോമ്പ് പറ്റോ, വിഷയം പൂർത്തിയായി. ഇത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നീട്ടിയൊന്നും വയലൊന്നും ഇപ്പൊ പറയണം. ആർക്കാ വയല കിട്ടാതെ? വയലൊക്കെ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് പറയും. ശരിക്കും സ്റ്റേജിന് അവിടെ കിട്ടാൻ ഞങ്ങളിവിടെ കുത്തിരിക്കാൻ വേണ്ടിയാണ്. സ്റ്റേജ് അവിടെ കെട്ടിയിട്ട് ഞങ്ങളിവിടെ കുത്തിരി നിങ്ങൾ കേൾക്കാന്നല്ല. എല്ലാവർക്കും വയല എല്ലാവർക്കും അറിയാം. ജീവിതത്തിൽ ഞാൻ നിങ്ങൾ പകർത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ രാത്രി വല്ലാതെ വൈകിക്കാണ്ടുള്ള പരിപാടിയൊക്കെ ഒന്ന് നിർത്തുക. കാസർകോട്ടേക്ക് കയറിയാൽ 12 മണിക്ക് വയല് ചാലുകയുള്ളൂ. അപ്പോഴേ ആളുകൾ വരുള്ളൂ. ഇപ്പം എത്ര സമയമായി? ഇപ്പോഴാണ് ആളുകൾ, ഞാൻ വന്നപ്പോഴാണ് ഇപ്പോൾ എല്ലാവരും എത്തിയത്. അതിൻ്റെ മുമ്പ് 5 6 8 ആളുകൾ. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് വേഗം പരിപാടി തുടങ്ങി. ഒരു 9 9:30 മണിയാകുമ്പോൾ പരിപാടി എത്തി വേഗം കടന്നു തുടങ്ങി. ഷുഗർ ഉള്ളവരുണ്ട്, പ്രഷർ ഉള്ളവരുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് ഗുളി കുടിച്ചാലുള്ളവരുണ്ട്, ഗുളി കുടിച്ചിട്ട് ഭക്ഷണം കഴിക്കാനുള്ളവർ, പല അസുഖമുള്ള ആളുകളുണ്ട്. കുറേ ആളുകൾ വരാത്തത് അതുകൊണ്ടാണ്. നാളിനോട് ഭക്ഷണം കഴിക്കാൻ പോണ പൊരിയിലുള്ള പ്രായമായ ആളുകളൊക്കെ ഇപ്പം നാൾ പാവം ഒരു ഉറൂസിന് ഞാൻ എത്തിപ്പെട്ടപ്പോൾ ട്രെയിന് വഴുകിപ്പോയി. അപ്പോൾ അവിടുത്തെ ഉപ്പ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം എന്ന് കരുതിയിട്ട് മൂപ്പര് കുറേ നേരം കാത്തിരുന്ന്. പിന്നെ മൂപ്പര് പറഞ്ഞു, എനിക്ക് പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചു, ഗുളിക കുടിച്ച ഉടൻ എനിക്ക് ഭക്ഷണം കഴിക്കണം, ഞാൻ നിങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കണം എന്ന് കരുതിയതായിരുന്നു. പക്ഷേ ട്രെയിന് വൈകിയതുകൊണ്ട് പിന്നെ ഞാൻ എന്താക്കി, എൻ്റെ ഗുളിക കുടിച്ചാൽ പിന്നെ അപ്പം തന്നെ എനിക്ക് ഭക്ഷണം പാവം തോന്നി എനിക്ക്. ഞാൻ പിന്നെ മൂപ്പരോട് കൂടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യന്മാരെ, ഇനി നമ്മൾ മരണത്തിനെ പറ്റിയൊക്കെ ഒന്ന് ആലോചിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. എപ്പോഴും നമ്മൾ മരിക്കും. ഒരുപാട് രോഗങ്ങൾ നമ്മളെങ്ങനെ തേടിയിരിക്കുകയാണ്. എപ്പോഴാണ് മരിക്കുക എന്നറിയൂല. അള്ളാഹു തആല നമുക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു തരട്ടെ. നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട താജുവിൻ്റെ പുന്നാര മോള് കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. 22 വയസ്സാകുന്ന മോള്. ആ മോളിന് ക്യാൻസർ വന്ന് നന്നായി എല്ലാ ഉസ്താദുമാര് വരുമ്പോഴും വലിയ ഖിദ്മ ചെയ്യുന്ന ആൾ. എത്ര സദസ്സിൽ നിന്നാണ് നമ്മളൊക്കെ ദുആ ചെയ്തത്. ഓരോ ദിവസവും 23 ലക്ഷം ഉറുപ്പിക ചെലവാക്കി 13 മണിക്കൂർ സമയം ഓപ്പറേഷൻ നടത്തി. പിന്നെ 1 മാസം പോലും മര്യാദയ്ക്ക് ജീവിച്ചില്ല. പിന്നെ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകുകയാണ്. അള്ളാഹു പ്രിയപ്പെട്ട താജുവിനും ഭാര്യയ്ക്കും കുടുംബത്തിലും അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. സ്വർഗത്തിൽ വെച്ചുകൊണ്ട് കാണാനും കൂടാനും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മരണം എന്നെയും നിങ്ങളെയും ഒക്കെ എപ്പോഴും മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മര്യാദയ്ക്ക് ഒരു ചെറിയ വേദന വന്നാൽ നമ്മളെ കഥ കഴിഞ്ഞു പോയി.
അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാമൊക്കെ നല്ല രൂപത്തിൽ ജീവിക്കുക, ആരോടും പിണങ്ങാതെ സന്തോഷത്തോടു കൂടെ ജീവിക്കുക, ആരോടെങ്കിലൊക്കെ പിണങ്ങി നിന്നില്ലെങ്കിൽ അവരോടൊക്കെ നമ്മൾ പോയി നന്നാവുക. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത് മുഴുവനും പഠിപ്പിക്കുന്ന വലിയ ഒരു സ്ഥലമാണ് മദ്രസ. അതുകൊണ്ട് മദ്രസ ചെറിയ പഠനം കൊണ്ട് നിങ്ങൾ നിർത്താതെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് അവിടെ എത്ര പേരുണ്ട് മദ്രസ? 10 കുട്ടികളുണ്ട്. 3 ആള്, 2 ആള്. 1-ാം ക്ലാസ്സിലോ 25. ഈ 25 എങ്ങോട്ടേ പോയി? മരിച്ച മരിച്ചു സാർ? മരിച്ചിട്ടില്ല അല്ലേ? മരിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 1-ാം ക്ലാസ്സിൽ 25, 10-ാം ക്ലാസ്സിൽ 2. അങ്ങനെയുണ്ട്. ഇതിന് രക്ഷിതാക്കന്മാർ എന്ന് ബോധവാന്മാരാകുന്നോ അന്ന് ഇതൊക്കെ ക്ലിയറാവും. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോകും. ഇത്രേനുള്ളൂ. കുറേ പറയാനൊന്നും പേരില്ല. ഇതിന് 1-2 ആളുകൾ നാട്ടിലുള്ള കമ്മിറ്റിക്കാർ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി നടക്കുക എന്നല്ലാതെ അതിലൊന്നും കാര്യമൊന്നുമില്ല. ട്യൂബ് കെട്ടാനും ലൈറ്റ് ഇടാനും നിങ്ങൾ ഭയങ്കര ഉസാറാണ്. അതിൽ സ്വർഗത്ത് കിടക്കുകയാണെങ്കിൽ കാസർകോട്ടുകാർ കിടന്നിട്ടേ പിന്നെ ബാക്കിയുള്ളവർ കിടക്കുള്ളൂ. അതുകൊണ്ടാണ് നിർത്താനായോ? നിർത്താം ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ വന്നപ്പോൾ നിർത്തണം അല്ലാ. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇത് ഈ മദ്രസയുടെ വലിയ പ്രാധാന്യമാണ്. ഈ മദ്രസ അൽഹംദുലില്ലാഹ് നല്ല ഉഷാറായിട്ട് പോകണം. അതിന് ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറിയ പദ്ധതികളൊക്കെ ഇവിടെ കമ്മിറ്റിക്കാരെടുക്കലുണ്ട്. പള്ളി ആവശ്യമുണ്ടെങ്കിൽ വലുതാക്കിയാൽ മതി. നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ അത് വലുതാക്കിയിട്ട് അവിടെ നിന്ന് ഒരാൾ സുജൂദ് ചെയ്യണില്ലെങ്കിൽ അതിൻ്റെ കുറ്റം ഈ കമ്മിറ്റി വാങ്ങേണ്ടിയിരിക്കും എന്ന് ഞാൻ പറയണം. പള്ളി വെറുതെ എല്ലാവരുടെ പള്ളിയും വലുതാണ്, അതുകൊണ്ട് ഞങ്ങളെ പള്ളിയായിട്ട് വലുതാക്കാൻ ഞാൻ മോശമല്ലേ എന്ന് കരുതിയിട്ട് പള്ളി വലുതാക്കുന്നുവെങ്കിൽ ആ പള്ളിയിൽ ഒരാൾ നിസ്കരിക്കാനില്ലെങ്കിൽ ആളിൽ നിന്നൊക്കെ പൈസ വാങ്ങിക്കണം. അവരോടൊക്കെ അള്ളാഹിനോട് നമ്മൾ സമാധാനം പറയണ്ടേ. ഞാനതിനൊന്നുമില്ല, നിങ്ങൾ എന്താ ചെയ്യും കാട്ടിക്കോളി. ഇവിടെ ആളുണ്ടെങ്കിൽ ഞാനുള്ള കാര്യം പറയും. നിങ്ങൾക്ക് ഈറുണ്ട് എന്നോട്? ഈറണ്ടായിട്ട് എന്താ എനിക്ക്? ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ പിരിഞ്ഞാ കുത്തിറക്കണേ. അപ്പം അതുകൊണ്ട് പള്ളിയൊക്കെ ഉള്ളത് നിങ്ങൾ ഏസിൻ്റെ അതിനുള്ളിൽ അൽഹംദുലില്ലാഹ് ഉഷാറാണ്. അതൊക്കെ ഇട്ട് നല്ല ഉഷാറായിട്ട് നല്ല മട്ടത്തിന് നിസ്കരിക്കുക, നല്ല ഉഷാറായിട്ട് അൽഹംദുലില്ലാഹ്. ഇനി വേണ്ടത് അതൊക്കെ നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു അൽഹംദുലില്ലാഹ് വരുമാനം. നമുക്ക് മാത്രമൊന്നുമല്ലല്ലോ വരുമാനം വേണ്ടി, പള്ളിക്കും മദ്രസക്കും വരും. പിന്നെ അതറിയാം. പിന്നെ ഇവിടെ നടക്കാനൊക്കെ നടക്കും. നിങ്ങൾക്ക് എന്തായാലും 12 മണിയായെങ്കിൽ നിങ്ങൾക്ക് റാത്ത് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 أستغفر الله العظيم 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 يا حي يا قيوم 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 يا حي يا قيوم
യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് 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 അൽഹംദുലില്ലാഹ് الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد يا الله يا الله يا لطيف يا الله يا نور يا الله يا قهار يا الله സാധുക്കളാണ് പാപികളാണ് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ അവസാനം നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാഹ് സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ് വാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ് ചതിയന്മാരുടെ ചതിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ് കള്ളപ്രചാരകരുടെ പ്രചരണത്തിൽ നിന്ന് നീ കാക്കണം അല്ലാഹ് ബദരീങ്ങളെ ഹിഫ്ള് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ് അവിടുത്തെ നളറുള്ള മജ്ലിസാക്കണം റഹ്മാനേ ഖിയാമത്ത് നാൾ വരെ ഞങ്ങളെ മജ്ലിസുകളെ നീ നിലനിർത്തണം റഹ്മാനേ അല്ലാഹുവേ സ്ഥിരമായി മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് ഇന്ന് ഈ മജ്ലിസിൽ വന്നവരുണ്ട് അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ പദ്ധതിയിലേക്ക് 1 ലക്ഷം ഏറ്റെടുത്തവരുണ്ട് 50,000 25,000 11,500 10,000 ഏറ്റെടുത്തവരുണ്ട് എല്ലാവർക്കും നീ ഖൈർ നൽകണം അല്ലാഹ് ജാരിയായ ധർമ്മമാക്കി നീ കബൂലാക്കണം റഹ്മാനേ ഇന്നത്തെ ഈ മജ്ലിസിൽ ഭക്ഷണം നൽകിയവരുണ്ട് മാംസം നൽകിയവരുണ്ട് പാകം ചെയ്തവരുണ്ട് പേക്ക് ചെയ്യുന്നവർ വിതരണം ചെയ്യുന്നവർ എല്ലാവർക്കും നീ ഖൈർ ചൊരിയണം അല്ലാഹ് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭക്ഷണം നൽകിയ പ്രിയപ്പെട്ട ജസീർ അല്ലാഹുവേ കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനേ അൽഹംദുലില്ലാഹ് ധാരാളം സഹോദരിമാർ സഹോദരങ്ങൾ പല വിഷയങ്ങളും മനസ്സിൽ കരുതി വന്നവരുണ്ട് അവരുടെ പേരുകളും തറവാടുകളും അറിയുന്ന റബ്ബേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഫത്ഹ് നൽകണം അല്ലാഹ് ഗർഭിണികളാകുന്ന സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണം അല്ലാഹ് മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നീ നൽകണം അല്ലാഹ് ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെയും പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെയും നൽകി നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അല്ലാഹ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ ഉപ്പമാര് ഉപ്പാപ്പമാര് ഉമ്മമാര് ഉമ്മാമ്മമാര് ഭാര്യ മക്കൾ കുടുംബങ്ങൾ പലവരും മരിച്ചുപോയി അവർക്കും ഞങ്ങൾക്കും നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ വിവാഹപ്രായമെത്തി നിൽക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ നല്ല റാഹത്തുള്ള ഇണകളെ നൽകണം അല്ലാഹ് വർഷങ്ങളോളമായി മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാനേ ഞങ്ങളെ മക്കൾ പൊതുപരീക്ഷകൾ എഴുതുന്നവരാണ് അവരുടെ പരീക്ഷകളിൽ നീ വിജയം നൽകണം റഹ്മാനേ നല്ല ഓർമ്മശക്തി നൽകണം അല്ലാഹ് നല്ല ഹിഫ്ളിനുള്ള ഖുവ്വത്ത് നൽകണം റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളെ ശരീരത്തിൽ നീ നൽകിയ അവയവങ്ങൾ മുറിച്ച് മാറ്റേണ്ട രോഗങ്ങൾ ഞങ്ങൾക്ക് നീ തരല്ല അല്ലാഹ് അല്ലാഹുവേ മറ്റൊരുത്തൻ്റെ അവയവം ഞങ്ങളെ ശരീരത്തിൽ തുന്നിച്ചേർക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല അല്ലാഹ് അല്ലാഹുവേ നീ സലാമത്ത് നൽകണം അല്ലാഹ് ഗർഭിണികളാകുന്ന സഹോദരിമാർ
പല നിലക്കുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഗർഭാശയവുമായി ബന്ധപ്പെട്ട് പല രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാനേ. ആമീന ആമീന ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരിൽ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 5 വക്ത് നിസ്കാരം കറക്റ്റ്.